കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിയൂർ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണം മർദ്ദനം മൂലമെന്ന് ആരോപണം. പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബുവാണ് മരിച്ചത്. താമരയൂരിൽ പേരക്കുട്ടിയെ തിരഞ്ഞു വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. താമരയൂർ രായമരയ്ക്കാർ വീട്ടിൽ ജമീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ തിരുവല്ലുവാമല കടവത്ത് പകവത്ത് തോട് നവീകരണത്തിൽ വൻ അഴിമതി ആരോപണം. 10 കോടി രൂപ ചെലവഴിച്ച പദ്ധതിയാണ് വെള്ളത്തിലായത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതോടെ മഴ കനക്കും. തൃശൂരിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPM കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും BJPയും കോൺഗ്രസും മാറി നിൽക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വാർത്തകൾ വിശദമായി. വിയൂർ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണം മർദ്ദനം മൂലമെന്ന് ആരോപണം. പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബുവാണ് മരിച്ചത്. ജൂൺ 3 തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റിമാൻഡ് തടവുകാരനായ രേഷ് ബാബു മരിച്ചത്. പുലക്കാട്ടുകര സ്വദേശിയായ 36 വയസ്സുള്ള രേഷ് ബാബുവിനെ മെയ് 17 തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് മൊബൈൽ ഫോണും പണവും കവർന്നുവെന്ന കേസിലായിരുന്നു അറസ്റ്റ്. തുടർന്ന് മെയ് 18 രേഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തു. മെയ് 26 ജയിലിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ ജയിലിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ആശുപത്രിയിലെത്തിയപ്പോൾ ബോധരഹിതനായ നിലയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ജൂൺ 3 അന്ത്യം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. രേഷ് ബാബുവിന് മാനസികാസ്വസ്ഥ്യമുണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. റിമാൻഡ് തടവുകാരനായ രേഷ് ബാബുവിന്റെ കസ്റ്റഡി മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ശ്രീരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ധനുഷ് കുമാർ, ഹർഷ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഈ സമരം എത്തിച്ചേർന്നപ്പോൾ ഞങ്ങളെ തടയാൻ 17-ാം തീയതി മാനസിക വെല്ലുവിളി നേരിടുന്ന രേഷ് ബാബു എന്ന ചെറുപ്പക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂർ ഈസ്റ്റ് പോലീസാണ് രേഷ് ബാബുവിനെ പിടികൂടിയത്. തന്റെ മകൻ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്നും നിയമപരമായ ആനുകൂല്യം നൽകണമെന്നും രേഷ് ബാബുവിന്റെ അച്ഛൻ അഭ്യർത്ഥിച്ചിരുന്നു. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിരുന്നു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളും മർദ്ദന കേന്ദ്രങ്ങളായി വീണ്ടും മാറിയെന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പേരക്കുട്ടിയെ തിരഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് വയോധികയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരയൂർ രായമരയ്ക്കാർ വീട്ടിൽ ജമീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ജമീലയുടെ മകൾ നൌഷജയുടെ മകൻ റിസാലിനെ തിരഞ്ഞാണ് ഗുരുവായൂർ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയത്. അടിപിടി കേസിൽ ഉൾപ്പെട്ട റിസാൽ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ടും പോലീസ് അത് വകവെക്കാതെ വീടിനകത്ത് കയറി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് റിസാലിന്റെ മുറിയിൽ കയറിയ പോലീസ് അലമാര തുറന്നു പരിശോധിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതിന് പോലീസ് മർദ്ദിച്ചുവെന്നാണ് പരാതി. ഒരു 5-5:30 അപ്പൊ ഒരു ജീപ്പ് വന്നു. അപ്പൊ അവരിങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നീറ്റ് നിന്നപ്പോ അവര് പറഞ്ഞ് ഇവിടെ റിസാൽ ഉണ്ടാന്ന് വെച്ച് ഇല്ലാന്ന് പറഞ്ഞ്. അങ്ങനെ അവരിങ്ങോട്ട് വന്ന് 2 കൊലാമിലേക്ക് കേറിയിട്ട് ചോദിച്ച് ഞങ്ങൾക്ക് അകത്തേക്ക് കിടക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞേ കടന്നോളെ, അകത്ത് ആരുമില്ല, വാതിലൊക്കെ തുറന്നിട്ടൊക്കെ. അപ്പൊ 65 വയസ്സായി, ഞാൻ തന്നെ ഉള്ളോട്ടാന്നും പറഞ്ഞേ.
അപ്പൊ അകത്തേക്ക് കടന്ന ഒരു പോലീസ് കാക്കിയിട്ടിട്ടില്ല, അത് ഡ്രസ് ഇട്ട ആള് കാക്കിട്ട ആള് പുറത്തു നിന്ന്. അങ്ങനെ കാക്കിടാത്ത ആളെ അകത്ത് കടന്ന് അളമാരി തുറക്കാൻ നോക്കുമ്പോ ഞാൻ ഓടിച്ചെന്ന്, എന്തിനാണ് അളമാരി തുറക്കണ് എന്ന് ചോദിച്ചു. അതോടുകൂടി ഇങ്ങനെ പിടിച്ച് ഒറ്റ തള്ളു, ആ തള്ളില് ഞാൻ ഇരിക്കും, തല വീണു. പിന്നെ എന്തുണ്ടായിന്നൊക്കെ അറിയില്ല, പിന്നെ നിക്കാൻ പറ്റണില്ല. അതോടുകൂടി അയാൾ പോയി. ഈ സമയത്ത് ജമീല തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് മക്കളെത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ പോലീസുകാർ വീണ്ടും എത്തി. വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. പരിക്കേറ്റ ജമീലയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നീട് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ തള്ളലേറ്റ് വീണതിനെ തുടർന്ന് ഗർഭപാത്രത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെന്നും മൂത്രം പോകാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിനും അതിക്രമത്തിനുമെതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് മകൻ നൌഷാദ് പറഞ്ഞു. എന്റെ പെങ്ങളെ മകനായിട്ട് എന്തൊരു ചെറിയ വിഷയത്തിന്റെ പേരിൽ വന്ന് പെങ്ങളെ മകൻ അവിടെ ഉണ്ടോന്ന് പോലീസ് ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞു ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂന്ന്. അങ്ങനെ പോലീസ്, ഗുരുവായൂർ പോലീസ് അകത്ത് കയറി ഉമ്മാനെ മർദ്ദിച്ചു. ഉമ്മ സുഖമില്ലാത്ത ഒരാളാണ്, ഉമ്മാനെ പിടിച്ച് തള്ളിയിട്ടു. ഇത് ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഇത് മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഇനി ഈ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവരുത്. TCV ന്യൂസ്, ഗുരുവായൂർ. മണ്ണ് ജല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ തിരുവല്ലുവാമല കടവത്ത് പകവത്ത് തോട് നവീകരണത്തിൽ വൻ അഴിമതി ആരോപണം. 10 കോടി രൂപ ചെലവഴിച്ച പദ്ധതിയാണ് വെള്ളത്തിലായത്. ആദ്യ മഴ പെയ്തതോടെ തോടിന്റെ സംരക്ഷണ ഭിത്തികൾ തകരുകയും പാടശേഖരങ്ങളിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒലിച്ചിറങ്ങുകയും ചെയ്തു. 10ഓളം സ്ഥലങ്ങളിലാണ് തോടിന്റെ പാർശ്വഭിത്തികൾ ഇതിനകം തകർന്നടിഞ്ഞത്. ഗുണനിലവാരം ഇല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 6 മാസത്തിനകത്ത് അത് പല സ്ഥലങ്ങളിലും പൊട്ടുകയും വെള്ളം കുത്തിയൊലിച്ച് പൊട്ടുകയും ഈ പൊട്ടിയ മണ്ണും കല്ലും വെള്ളവും എല്ലാം പാടത്തിൽ കൂടി ഒഴുകിപ്പോവുകയും കൃഷിനാശങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അത് ഇതുവരെയായിട്ടും 1-2 വർഷത്തോളമായിട്ട് ഇതുവരെ അത് റിപ്പയർ ചെയ്യാനോ അധികാരികൾ അത് നോക്കുകയോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. തോടിന്റെ ഭിത്തികൾ തകർന്ന് കല്ലും മണ്ണും ചെളിയും കുത്തിയൊലിച്ച് പാടശേഖരങ്ങളിലേക്ക് കയറിയതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിലമൊരുക്കലും വിതയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രാഥമിക ജോലികൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തകർന്ന ഭിത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. വളരെയധികം ആൾക്കാർക്ക് കൃഷി ഉപയോഗത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ഇതിന് വേണ്ടതായ രീതിയിലുള്ള റിപ്പയറിംഗ് പണി പെട്ടെന്ന് നടത്തിയിട്ടില്ലെങ്കിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം കൃഷി യോഗ്യത അല്ലാതായിട്ട് മാറുന്നതായിരിക്കും. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. TCV ന്യൂസ്, ചേലക്കര. റിമാൻഡ് തടവുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. വിയൂർ ജയിലിലെ റിമാൻഡ് തടവുകാരൻ രേഷ് ബാബുവിന്റെ മരണം മർദ്ദനം മൂലമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് തലയിൽ രക്തസ്രാവമുണ്ടായതാണ് മരണകാരണം. ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ജൂൺ 3-ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റിമാൻഡ് തടവുകാരനായ പുലക്കാട്ടുകര സ്വദേശിയായ രേഷ് ബാബു മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതോടെ മഴ കനക്കും. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇത്തവണ പതിവിലും മഴ കുറയുമെന്നാണ് നിഗമനം. സാധാരണയായി ജൂൺ 1-നാണ് കാലവർഷം സംസ്ഥാനത്തെത്തുക. ഇത്തവണ 3 ദിവസം വൈകിയാണ് കാലവർഷം എത്തിയത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണ് ഇതോടെ തുടക്കമായി. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വരെ കൊങ്കൺ ഗോവ മേഖലയ്ക്ക് മുകളിലൂടെ സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു. തെക്കൻ തെലങ്കാനയ്ക്കും അതിനോട് ചേർന്നുള്ള തീരദേശ ആന്ധ്രാപ്രദേശ്, വടക്കൻ ആൻഡമാൻ കടൽ എന്നിവയ്ക്ക് മുകളിലെ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനഫലമായി തിങ്കളാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ സാഹചര്യമുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകുന്നു. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇത്തവണ രാജ്യത്ത് ദീർഘകാല ശരാശരിയുടെ ഏകദേശം 90% മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതീക്ഷ. ശരാശരിയിലും മഴ കുറഞ്ഞാൽ എൽ നിനോ പ്രതിഭാസം കാരണമാകാമെന്നും കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നു.
നിലവിൽ ഭൂമധ്യരേഖ പസഫിക് മേഖല എൽനിനോ സാഹചര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജൂണിൽ എൽനിനോ അവസ്ഥ ദുർബലമായി തുടരുമെന്നും സെപ്റ്റംബറോടെ മിതമായതോ ശക്തമായതോ ആയ നിലയിലേക്ക് മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വടക്കാഞ്ചേരിയിൽ കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. പരുത്തിപ്ര ഉന്നതിയിൽ പാലക്കുണ്ടിൽ വീട്ടിൽ മിനിക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇവരെ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഓടുകൾ തകർന്ന വീടിനുള്ളിൽ കിടക്കുകയായിരുന്ന മിനിയുടെ തലയിൽ വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകർന്ന നിലയിലാണ്. വിവരമറിഞ്ഞ് ഡിവിഷൻ കൗൺസിലർ റഷീദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും BJPയും കോൺഗ്രസും മാറി നിൽക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെങ്കിടങ്ങ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. VN സുർജിത്ത്, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, AK ഹുസൈൻ, KR ബാബുരാജ്, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചാവക്കാട് ഹോച്ചിമിനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷീജ പ്രശാന്ത്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഷൈനി ഷാജി, മാലിക്കുളം അബ്ബാസ്, P യതീന്ദ്രദാസ്, PS അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ വൻ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. TK കൃഷ്ണ സ്മാരക മന്ദിരത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. CPI ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, MB പ്രവീൺ, പുഷ്പ ജോൺ, സീതാ രവീന്ദ്രൻ, പത്മ വേണുഗോപാൽ, ആൻസി വില്യംസ് തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോളിനും ഡീസലിനും 8 രൂപ വില കൂട്ടുന്നതിന് വേണ്ടി തയ്യാറായി BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇന്ധനവില വർധനവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. KP രാജൻ, TK രമേശ് ബാബു, KK ആബിദ് അലി, KR ജൈത്രൻ, ഷീജ ബാബു, CK ഗിരിജ, ഷീല രാജ് കമൽ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ CPM പ്രവർത്തകർ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്തലാൽ, TV സുനിൽകുമാർ, P മോഹൻദാസ്, KM അഷ്റഫ്, NK പ്രമോദ് കുമാർ, TR രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരത്തിന്റെ ഭാഗമായി വനിതാ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് BSNL ഓഫീസിന് മുൻപിൽ ചുക്കുകാപ്പി തയ്യാറാക്കി പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CS രഘു, PR രതീഷ്, UK പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ CPM ചേലക്കര ഏരിയ കമ്മിറ്റി തിരുവല്ലുവാമല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അധ്യക്ഷനായിരുന്നു. CITU ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP ഉമാശങ്കർ, CPM ഏരിയ സെക്രട്ടറി T ഗോകുലൻ, ഏരിയ കമ്മിറ്റി അംഗം C ഗോപദാസ്, മഹിളാ അസോസിയേഷൻ സെക്രട്ടറി P പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. നേതാക്കളായ KA വിശ്വംഭരൻ, KR സീത, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TS മധുസൂദനൻ, KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വനംവകുപ്പിന്റെ പ്രത്യേക ഡ്രൈവിലൂടെ തുമ്പൂർമുഴിയിൽ നിന്നും ഓടിച്ചുവിട്ട ആനകളിൽ ഒന്ന് തിരികെ എത്തി. പുഴയുടെ ഇടതുകരയിൽ പ്ലാന്റേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിലാണ് കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാത്രിയാണ് ആന തിരിച്ചെത്തിയതെന്ന് കരുതുന്നു. 4 ആനകളെയാണ് തുമ്പൂർമുഴിയിൽ നിന്നും തുരത്തിയത്. അതേസമയം ദൗത്യസംഘത്തിന്റെ പരിശോധനയും നിരീക്ഷണവും പുരോഗമിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ ഗോപുര കവാടത്തിന് സമീപം നവീകരിക്കുന്ന ദീപസ്തംഭത്തിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. അടിഭാഗം ചെമ്പോലയിൽ പൊതിഞ്ഞ നിലമ്പൂർ തേക്ക് കഴയാണ് കാൽനാട്ടി സ്ഥാപിച്ചത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, MU ഷിനിജ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി ദീപസ്തംഭം ഇളക്കി മാറ്റിയപ്പോൾ ലഭിച്ച 100 വർഷത്തിലേറെ പഴക്കമുള്ള നാണയങ്ങൾ മണ്ണിൽ തിരികെ നിക്ഷേപിച്ചു. ഒപ്പം നിലവിലെ പുതിയ നാണയങ്ങളും സമർപ്പിച്ചു. തുടർന്ന് തേക്ക് കഴയിൽ ക്ഷേത്രത്തിൽ നിന്നെത്തിച്ച തുളസിമാലകളും ചാർത്തി. 1909 ദീപസ്തംഭം വഴിപാടായി സമർപ്പിച്ച സ്വാതന്ത്ര്യസമര സേനാനിയും പ്രഗത്ഭ അഭിഭാഷകനും കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം തേക്ക് കഴയാൽ ആണ് ദീപസ്തംഭം നവീകരിച്ച് നിർമ്മിക്കുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. അതിരപ്പള്ളി പ്ലാന്റേഷൻ പ്രകൃതി ഗ്രാമത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
തൃത്തല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തളിക്കുളം കച്ചേരിപ്പടി പടിഞ്ഞാറ് വലിയകത്ത് വീട്ടിൽ ഖാദറിന്റെ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് യൂനസ് ആണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിന് സമീപമായിരുന്നു അപകടം. യൂനസ് ഓടിച്ചിരുന്ന സ്കൂട്ടർ കാൽനട യാത്രക്കാരനെ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഒരു വശം ചരിഞ്ഞ നിലയിൽ KSRTC ബസ് സർവീസ് നടത്തിയത് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ലോ ഫ്ലോർ ബസ്സാണ് അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയത്. പെരുമ്പിലാവിൽ ആളുകളെ കയറ്റാനായി ബസ് നിർത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ബസിന്റെ ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനായ MA കമറുദ്ദീൻ ഇക്കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബസ് മുന്നോട്ടെടുത്ത് യാത്ര തുടരുകയായിരുന്നു. അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ ബസിന്റെ നമ്പറും സംഭവത്തിന്റെ വീഡിയോയും ഉൾപ്പെടെ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് MA കമറുദ്ദീൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 2 വലിയ ക്ലോക്കുകൾ വഴിപാടായി ലഭിച്ചു. കോഴിക്കോട് സ്വദേശി ദിനകറാണ് 3 അടി വലിപ്പമുള്ള ക്ലോക്കുകൾ സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥും തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ചേർന്ന് ക്ലോക്കുകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, MU ഷിനിജ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 5.5 പതിറ്റാണ്ടിലേറെയായി തയ്യൽ തൊഴിൽ ജീവിതമാക്കിയ ശിവദാസൻ ജീവിതയാത്ര തുടരുകയാണ്. ചങ്ങരംകുളം മൂക്കുതല വാര്യർ മൂലയിലെ മാസ് ടൈലറിംഗ് സ്ഥാപനത്തിലൂടെയാണ് ശിവദാസൻ ജീവിതം തുന്നുന്നത്. അധ്വാനത്തിന്റെയും കൃത്യതയുടെയും അപൂർവ മാതൃകയാണ് 68-കാരനായ ഈ തയ്യൽ തൊഴിലാളി. മൂക്കുതല വടക്കുമുറി മഠത്തിൽ കേശവൻ നായരുടെയും മാധവി അമ്മയുടെയും 2ാമത്തെ മകനായ ശിവദാസന് തയ്യൽ തൊഴിലിനോടുള്ള താല്പര്യം ആരംഭിച്ചത് ബാല്യകാലത്താണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആ ഇഷ്ടം പിന്നീട് ജീവിത വഴിയായി മാറി. അരനൂറ്റാണ്ടിലേറെയായി ആയിരക്കണക്കിന് വിവാഹങ്ങൾക്ക് സാക്ഷിയായ വസ്ത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണ് പിറന്നത്. 12 വർഷം പ്രവാസ ലോകത്ത് തയ്യൽ തൊഴിൽ സേവനമനുഷ്ഠിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ശിവദാസൻ തന്റെ പ്രിയ തൊഴിൽ രംഗത്ത് തന്നെ ഉറച്ചുനിന്നു. ചങ്ങരംകുളം മൂക്കുതല മേഖലകളിലെ നിരവധി തയ്യൽക്കാർ ശിവദാസന്റെ ശിക്ഷണത്തിലൂടെ വളർന്നവരാണ്. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരം പരമ്പരാഗത തയ്യൽ മേഖലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും കാലത്തിനൊത്തുമാറാൻ അദ്ദേഹം തയ്യാറായി. കാലം മാറി, തുണികളും ഫാഷനുകളും മാറി. എന്നാൽ തൊഴിലിനോടുള്ള സ്നേഹവും കൃത്യതയും പ്രതിബദ്ധതയും മാറിയില്ല. ഓരോ ദിവസവും തന്റെ ചെറുകടയുടെ വാതിൽ തുറന്ന് തുണികളിൽ മാത്രമല്ല മനുഷ്യഹൃദയങ്ങളിലും സ്നേഹത്തിന്റെ തുന്നലുകൾ പതിപ്പിച്ചുകൊണ്ട് ശിവദാസൻ ജീവിതയാത്ര തുടരുകയാണ്. TCV ന്യൂസ്, കുന്നംകുളം. വടക്കാഞ്ചേരി ശ്രീ വ്യാസ കോളേജ് NSS SIQACയുടെ സഹകരണത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രാവബോധ സമിതി ചെയർമാൻ ഡോക്ടർ KK അബ്ദുള്ള ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വ്യാസ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ VK ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഒരു പാരിസ്ഥിതിക കാടത്തം എന്ന വിഷയത്തിൽ ഡോക്ടർ S സന്ദീപും, ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി ഒരു പാരിസ്ഥിതിക മാനുഷിക വിപത്ത് എന്ന വിഷയത്തിൽ ഡോക്ടർ VB രേഖയും പ്രഭാഷണങ്ങൾ നടത്തി. യോഗത്തിൽ ഡോക്ടർ K സുശീൽ രാഹുൽ, ശാസ്ത്രാവബോധ സമിതി ജില്ലാ കൺവീനർ C ബാലചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ദീർഘനാളത്തെ അവധിയിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. സ്വകാര്യ വ്യക്തിക്ക് നിയമവിരുദ്ധമായി പെർമിറ്റ് നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സെക്രട്ടറിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും സമ്മർദ്ദവും ഭീഷണികളും സഹിക്കാൻ വയ്യാതെയാണ് സെക്രട്ടറി അവധിയിൽ പ്രവേശിച്ചത് എന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ആരോപിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയെ തിരികെ എത്തിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, നേതാക്കളായ VM ഇബ്രാഹിം, VS ബാലകൃഷ്ണൻ, KA അഷ്റഫ്, PM മുസ്തഫ, TS ശ്രീജിത്ത്, ഹുസൈൻ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു. മാള മഠത്തുംപടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ജനൽ ചില്ലുകൾ തകർത്ത് വിദ്യാർത്ഥിക്ക് നേരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഠത്തുംപടി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ മാർട്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചക്കാലമറ്റത്ത് ജോയിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകൻ ആദത്തിനെയാണ് ഭീഷണിപ്പെടുത്തിയത്.
ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ കയ്പമംഗലത്ത് ലഹരി വസ്തുക്കളുമായി 2 പേർ പിടിയിൽ. കയ്പമംഗലം വഴിയമ്പലം സ്വദേശി പുത്തൂർ വീട്ടിൽ സൂരജ്, പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി മുണ്ടോളി വീട്ടിൽ അക്ഷയ് എന്നിവരാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവ സഹിതം പിടിയിലായത്. കാളമുറിയിലുള്ള വാടക വീട്ടിൽ നിന്നാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. കാട്ടകാമ്പാൽ പട്ടിത്തടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് സി ചന്ദ്രശേഖരന് പരാതി നൽകി. പരാതിയെ തുടർന്ന് റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കാൻ കോൺട്രാക്ടർക്ക് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ആരംഭിക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വാർഡ് മെമ്പർ ജിൻസി സജു എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. കുടുംബശ്രീ ആവിഷ്കരിച്ച പുനർജ്വാല ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ CDS ചെയർപേഴ്സൺമാർക്കും ഉപജീവന സമിതി കൺവീനർമാർക്കുമായി കുന്നംകുളത്ത് റീജിയണൽ തല ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, പോർക്കുളം CDS ചെയർപേഴ്സൺ ബിന്ദു, കുടുംബശ്രീ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ശിഹാബ് തങ്ങൾ മെഡിക്കെയർ സെന്ററിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച നടക്കും. മാരേക്കാട് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംഘാടകരായ അൻവർ മാമ്പ്ര, PI നിസാർ, MA ബഷീർ, മുഹമ്മദ് സ്വാലിഹ്, TK മുഹമ്മദ് കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി KLDC കനാലിൽ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി മരങ്ങളും പാഴ്പുല്ലും മണൽത്തിട്ടകളും. കാലവർഷം ആരംഭിക്കാനിരിക്കെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ മുല്ലശ്ശേരി എളവള്ളി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറും. തോടുകളും പുഴകളും കരകവിയും. കൂമ്പുള്ളി പാലത്തിനടിയിലാണ് മണൽത്തിട്ടകളും പാഴ്പുല്ലും രൂപപ്പെട്ടിട്ടുള്ളത്. കൂമ്പുള്ളി പാലത്തിന്റെ കിഴക്കുഭാഗത്തായി കനാലിലേക്ക് മറിഞ്ഞു വീണ പാഴ്മരങ്ങളും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നബാർഡിന്റെ ട്രൈബ്സ് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് ജലസംഭരണികൾ വിതരണം ചെയ്തു. 25 കുടുംബങ്ങൾക്കാണ് 1000 ലിറ്റർ ശേഷിയുള്ള ജലസംഭരണികൾ വിതരണം ചെയ്തത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. നബാർഡ് DGM സെബിൻ ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, VN വിനോദ് കുമാർ, K നിഖിൽ, സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ 17-ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, വാർഡംഗം നൌഷാദ് കുട്ടിലിങ്ങൽ, വാർഡ് മെമ്പർ പുരസ്കാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇർഷാദ് K ചേറ്റുവ, ഹസീന താജുദ്ദീൻ, പഞ്ചായത്ത് അംഗം ഷാജില ജമാൽ, KPR സതീശൻ, ES ഖാദർ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,310 രൂപ, പവന് 1,14,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ.
കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിയ്യൂർ ജയിലിലെ റിമാൻഡ് തടവുകാരൻ രേഷ് ബാബുവിന്റെ മരണം മർദ്ദനം മൂലമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് തലയിൽ രക്തസ്രാവമുണ്ടായതാണ് മരണകാരണം. താമരയൂരിൽ പേരക്കുട്ടിയെ തിരഞ്ഞ് വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. താമരയൂർ രായമറിക്കാർ വീട്ടിൽ ജമീലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ തിരുവല്ലുവാമല കടവത്ത് പകവത്ത് റോഡ് നവീകരണത്തിൽ വൻ അഴിമതി ആരോപണം. 10 കോടി രൂപ ചെലവഴിച്ച പദ്ധതിയാണ് വെള്ളത്തിലായത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതോടെ മഴ കനക്കും. തൃശൂരിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണ മധ്യവയസ്കയ്ക്ക് പരിക്കേറ്റു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് CPM കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും BJPയും കോൺഗ്രസും മാറി നിൽക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.